മാഷ ആ മാഷത് പോയിട്ടില്ലേ? ഇല്ലടാ, അന്ന് സ്കൂളിൽ കുട്ടികൾ ഇന്ന് കുറവാണ്, എക്സാം ആയിട്ട്. അപ്പോൾ ഇന്ന് പോയിട്ടില്ല തന്നെ. അപ്പോൾ പറമ്പൊന്ന് വരാം. ഞാനേ അവിടെ ആ കയ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടേ. കേട്ടാ സംസാരിക്കണ്ട്, കുറേ മാഷ കണ്ടിട്ട്. നീ എവിടെടാ എന്നെ കാണുന്നില്ലല്ലോ? ഞാനിവിടെ ഉണ്ട്, മാഷിനെ കാണാറില്ല. എത്ര നാളായി കണ്ടിട്ട്. അതല്ല ഇപ്പോൾ അവിടുത്തെ പഠിപ്പിക്കണേ? അതെ, അവിടെ തന്നെടാ. അവിടെ തന്നെയല്ലേ? ഒരു മാറ്റില്ല കേട്ടോ. എനിക്കോ? എന്നിട്ട് സുഖല്ലേ കുട്ടികൾക്കൊക്കെ? എല്ലാവർക്കും സുഖമാണ്. കുട്ടികൾ സ്കൂളിൽ പോയിണ്ടാവൂലേ? ഇന്ന് സ്കൂളിൽ പോയിക്കണേ. നമ്മളൊരു ചായ കുടിച്ച് സംസാരിക്കാം. ഇനിയിപ്പോ ചായ ഒന്നും വേണ്ട, അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകും. അതല്ല, നമ്മള് സന്തോഷത്തിനല്ലേ നമ്മളോട് ചായ കടണ്ട്, ചായ കുടിച്ച് സംസാരിക്കാം. അല്ല, ഇനി വേണം. അതല്ല, വേണം. മഷ കയറി കാലിച്ചില്ലേ? പോവാ. നീ ഇപ്പൊ എവിടെടാ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നാട്ടിലുണ്ട്. നാട്ടിൽ തന്നെയല്ലേ നമ്മൾ ജോലി. മാഷ എന്നിട്ട് വിവരങ്ങൾ പറയും. എന്താടാ എങ്ങനെ പോണ്ട്? അതായത് അടങ്ങിയിരിപ്പില്ലല്ലേ? ഇല്ല, എന്തെങ്കിലൊക്കെ ആയിട്ട് ജോലിയില്ലേ? കൃഷി പിന്നെ പഠിപ്പിക്കല്. പഠിപ്പിക്കല് പിന്നെ എങ്ങനെ വാർഡിലെ കാര്യങ്ങളൊക്കെ. അല്ല, മാഷ മത്സരിച്ചിരുന്നു കഴിഞ്ഞ വർഷം? അതെ, ഞാൻ തന്നെയാണല്ലോ ഇപ്പൊ ഇവിടുത്തെ മെമ്പർ തന്നെ. ഈ വർഷം മത്സരിക്കാൻ അവിടെ വനിതാ വാർഡാണ്. വനിതാ വാർഡാ? പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്റെ വൈഫിനെ അവിടെ നിർത്തണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട്. അതല്ല, അതിന് മുന്നേ വൈഫ് മത്സരിച്ചിരുന്നില്ല അവിടെ? വൈഫ് ഒരു 3 വർഷമായിട്ട് അപ്പുറത്തെ വാർഡില് മെമ്പർ ആണല്ലോ. ഞാൻ 4 വർഷമായി ഇവിടെ, 4 പ്രാവശ്യവും. അപ്പൊ മൊത്തം 7 വർഷം വൈഫും കൂടി ഞങ്ങള് ഭാര്യയും ഭർത്താവും നിങ്ങൾ തന്നെ മണ്ഡലത്തില് സ്ഥിരം മെമ്പർമാര്. ഒരു 35 വർഷത്തോടായി. അതല്ല മാഷ, ഞാൻ മാഷിന്റെ ശിഷ്യനാണ്. എങ്കിലും ഞാനൊരു അഭിപ്രായം പറയാം. അതായത് തുടർച്ചയായിട്ട് ഈ അധ്യാപകര്, അതായത് ജനറൽ ആകുമ്പോള് ഭർത്താവും, സംവരണമാകുമ്പോള് ഭാര്യ മത്സരിക്കുമ്പോള് ആ വാർഡിലെ പിന്നെ ഇതുണ്ടാവില്ല പ്രവർത്തകര്, ആ പ്രവർത്തകർ അവസരം നിഷേധിക്കല്ലേ? അല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവരെന്നെയാണല്ലോ ഇപ്പൊ നമ്മളെ പിടിച്ചാക്കണത്. പിന്നെ ഈ അധികാരത്തിന്റെ ഒരു ആ ഒരു ഇതുണ്ടല്ലോ, ആ സ്വീകാര്യത അതിനിടയിലുള്ള അതായിട്ട് ഇങ്ങനെ പോകുമ്പോ രസമാണ്. ആളെ ഇടയിൽ ഒരു ഗെറ്റപ്പാണ്. അതെല്ലാം പൈമൊന്നും കിട്ടിയിട്ടൊന്നും അല്ല. അതല്ല, പൊതുവെ അധ്യാപകർക്ക് പിന്നെ 2 ശമ്പളം കിട്ടൂലല്ലോ? ഇല്ലില്ല, ഒന്നിട്ടുള്ളൂ. അപ്പൊ പഞ്ചായത്ത് നിന്നുള്ള ചെറിയ ശമ്പളം കിട്ടൂല. പക്ഷെ ജോലി ഇല്ലാത്ത പ്രവർത്തകർക്ക് മെമ്പർ ആവണമെങ്കിൽ അവർക്ക് ആ പൈസയും കിട്ടും. മാഷുമാർക്കാണെങ്കിൽ ഓൾറെഡി ജോലിയുള്ള ആളുകൾ മാത്രമല്ല, നല്ലൊരു അധ്യാപകനിക്ക് ഒരിക്കലും നല്ലൊരു മെമ്പറാകാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. മാഷൊന്നും വിചാരിക്കുന്നിട്ടാ, എൻ്റെ അഭിപ്രായം പറയുകയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പൂച്ച കിണറ്റിൽ വീണാൽ മെമ്പറെ വിളിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്തായിരിക്കും ഓരോ വീടുകാരെ വിളിക്കുന്നത്. കുട്ടികളെ നമുക്ക് വിടാൻ പറ്റൂല. കുട്ടികളെയും വിടാൻ പറ്റൂല. അപ്പത്ര സാഹചര്യങ്ങളിൽ അധ്യാപകർ, എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകർ മാറിക്കൊടുത്തിട്ട് യുവാക്കള്, അതായത് ഇപ്പൊ മാഷ് 35 വർഷമായി, 15ാമത്തെ വർഷം ഈ പോസ്റ്റർ ഒട്ടിച്ചിരുന്ന പയ്യന്മാര് 35 വർഷം 50 വയസ്സായിട്ടുണ്ടാവും. അവർക്ക് ഇപ്പോൾ അവസരമില്ല അത്ര മണ്ഡലത്തിൽ. അപ്പോൾ ഈ മേലുള്ള ആളുകൾ, അതായത് നമ്മൾ നേതാക്കന്മാർ വിജയസാധ്യത നോക്കിയിട്ട് അധ്യാപകരെ വെക്കും. അധ്യാപകരാകുമ്പോൾ ഒരു ക്ലീൻ ഇമേജ് ആണല്ലോ, അധ്യാപകർക്ക് ഒരു റീമാർക്ക് ഉണ്ടാവില്ല, വിജയസാധ്യത കൂടുതലാണ്. പക്ഷെ അപ്പോൾ ഒരു നേതാവിൻ്റെ അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. മാത്രമല്ല, ഒരു ശമ്പളം ഓൾറെഡി കിട്ടണം നിങ്ങൾക്ക്, ഈ പഞ്ചായത്തിൽ നിന്ന് ശമ്പളം കിട്ടൂല. അത് ജോലി ഇല്ലാത്ത അത്ര നേതാക്കൾ, അത്രയും പ്രവർത്തകർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഉപകാരവും. അവർ ഈ ചെയ്യുന്നതിൻ്റെ ത്യാഗത്തിൻ്റെ ഭാഗമായിട്ട് ആ സാധുക്കൾ ഏത് സ്ഥാനാർത്ഥിനെ വെച്ചാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം അവർക്ക് പാർട്ടിയിലുള്ള സ്നേഹമാണ്. അവർ മനസ്സിൽ ചിലപ്പോൾ സങ്കടം ഉണ്ടാവും അവസരം കൊടുക്കാത്ത. അതെ, അധ്യാപകരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ശിഷ്യന്മാരെ കിട്ടുന്നുള്ള. എവിടെ പോയാലും ഒരു കുട്ടി പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലുള്ള ഒരു കുട്ടിയാണ് നീയും. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നീ പറഞ്ഞത് എനിക്ക് വല്ലാതെ മനസ്സിൽ കൊണ്ടു. അപ്പോൾ അത് ശരി തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാണ് ഇപ്പോഴാണ്. കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഓളത്തിൽ ഇങ്ങനെ നടന്നിട്ടേ, ഇതിൻ്റെ ലഹരിയിൽ നടന്നിട്ടേ എനിക്കതിനെ പറ്റി അറിയില്ലായിരുന്നു. അറിയാന്ന് പറഞ്ഞാൽ അത് ചിന്തിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഇപ്പോൾ നീ പറഞ്ഞപ്പോൾ അത് എൻ്റെ മനസ്സിൽ കയറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി മത്സരിക്കുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ ഭാര്യനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. ഏത് അതേയല്ലേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും കേട്ടിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിക്കൊടുക്കുക, ഭാര്യന് മാറ്റി നിർത്തുക. എന്നിൽ നിന്നൊരു പ്രചോദനമായിട്ട് എന്നെ ഒരു മാതൃക ആയിക്കോട്ടെ, ഞാനൊരു അധ്യാപകനാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു മാതൃകയായിട്ട് മറ്റ് അധ്യാപകരും ഇത് സ്വീകരിച്ചിട്ട് നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ അവസരങ്ങളാണ്ട് കൊടുക്കട്ടെ എന്ന്. അപ്പോഴല്ലേ
നാട് പുരോഗമിക്കുള്ളൂ. നല്ല കാര്യം മാഷേ. എന്നാൽ മാഷിന് ഒരു മാഷുള്ള ബന്ധം കൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാട്ടാ. അല്ല മാഷിനെ ഉപദേശിച്ചതല്ല, ഇല്ലല്ലോ, ഉപദേശിക്കാൻ മാഷിന്റെ ശിഷ്യനാണ്. പക്ഷേ അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ തുടർച്ചയായിട്ടുള്ള മാഷിന്റെ ഒരു ബന്ധത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് പറയണോ, നീ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ പറയണം, ആരോടാണെങ്കിലും. എന്നാലല്ലേ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നീ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലല്ലോ. മാറ്റം വരണല്ലോ നമ്മൾ മൊത്തത്തിൽ. തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമാവട്ടെ. മാറ്റമില്ലാത്ത എല്ലാം മാറണം. അതുകൊണ്ട് യുവാക്കൾക്ക് എല്ലാവരും ഒരു അവസരം കൊടുത്ത് നമ്മളെ ഭാവി തലമുറകൾക്കും ഇത്തരം പ്രചോദനമായ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനും അവർക്കും ഭാവി വേണം. എന്നും പോസ്റ്റ് ഒട്ടിച്ച് നടന്നാൽ പോരാ. അപ്പോൾ അവർക്ക് കൂടി നിങ്ങളൊരു അവസരം കൊടുക്കൂ എല്ലാവരോടും.